കുട്ടനാട്ടിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നതിനിടെ യൂറിയ ക്ഷാമം വലിയ തിരിച്ചടിയാവുകയാണ് കർഷകർക്ക്. ചിലയിടത്ത് യൂറിയ ഉണ്ടെങ്കിലും യൂറിയയ്ക്കൊപ്പം തങ്ങളുടെ മറ്റുൽപ്പന്നങ്ങൾ കൂടി വാങ്ങണമെന്ന് വളക്കമ്പനികളുടെയും സഹകരണ സംഘങ്ങളുടെയും പിടിവാശിയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. റിപ്പോർട്ട് കാണാം. യൂറിയ ആവശ്യപ്പെട്ടെത്തുന്നവർക്ക് മറ്റു വളങ്ങൾ കൂടി നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുകയാണ് വളക്കമ്പനികൾ. സഹകരണ സംഘങ്ങൾക്കും രാസവള വിൽപ്പന കേന്ദ്രങ്ങൾക്കും കമ്പനികൾ യൂറിയ വിതരണം ചെയ്യുന്നതും ഇതേ രീതിയിലാണ്. 5 ടൺ യൂറിയ ആവശ്യമാണെങ്കിൽ 4 ടൺ യൂറിയയും 1 ടൺ രാസവളവുമാണ് എത്തിക്കുക. യൂറിയ മാത്രമായി വിറ്റാൽ വളം കെട്ടിക്കിടക്കുമെന്നും സംഘങ്ങൾക്കും രാസവള വ്യാപാരികൾക്കും നഷ്ടമുണ്ടാകുമെന്നുമാണ് ഇക്കൂട്ടരുടെ വിശദീകരണം. ചില ഡീലർമാരുടെ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നിർദ്ദേശിക്കുന്ന ചില പോഷക മൂല്യങ്ങളുള്ളതെന്ന് പറയുന്ന പുതിയ കമ്പനികളുടെ ചില മൈക്രോ ഫുഡ് പോലെയുള്ള സാധനങ്ങൾ 900, 1000, 1200 രൂപ വിലയുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ജാക്ക് യൂറിയ വാങ്ങണമെങ്കിൽ 1 പാക്കറ്റ് അതുകൂടി വാങ്ങണം എന്നുള്ള ഒരു വ്യവസ്ഥയോടുകൂടിയാണ് ഇപ്പം പല കർഷകർക്കും യൂറിയ ലഭ്യമാക്കുന്നത്. ഏതാണ്ട് 90% സബ്സിഡി കൊടുത്ത് ഇറക്കിക്കൊണ്ടുവരുന്ന യൂറിയ കേരളത്തിൽ വന്നതിന് ശേഷം ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ഇതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല. 45 കിലോഗ്രാം ചാക്കിന് 310 രൂപ മാത്രം വിലയുള്ള യൂറിയ കിട്ടണമെങ്കിൽ 1000 മുതൽ 1200 രൂപ വില വരുന്ന പോളിഹേലിയേറ്റ്, മൾട്ടിന്യൂട്രിയൻ തുടങ്ങിയ പുതുതലമുറ വളങ്ങൾ കൂടി വാങ്ങണം. അല്ലെങ്കിൽ വിൽപ്പനക്കുറവുള്ള മറ്റ് ചില കൂട്ടുവളങ്ങളും ജൈവവളങ്ങളും വാങ്ങണമെന്നതാണ് വളക്കമ്പനികളുടെ ആവശ്യം. യൂറിയയുടെ 2 ഇരട്ടി വില വരുന്ന വളങ്ങൾ കൂടി വാങ്ങിയാലേ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ യൂറിയ നൽകൂ. നെൽച്ചെടി മുളച്ചാൽ 15-ാം പക്കം മുതൽ നെല്ല് കുടമാകുന്നതിന് മുന്നോടിയായി 55-ാം പക്കം വരെ 3 ഘട്ടങ്ങളിലാണ് വളപ്രയോഗം. ഇതിൽ ചെടികളുടെ വളർച്ചയ്ക്കും പോഷണത്തിനും പ്രധാന ഘടകമാണ് യൂറിയ. ഒരേക്കറിന് 3 ഘട്ടങ്ങളിലായി 60 മുതൽ 65 കിലോ വരെ യൂറിയ ആവശ്യമായി വരും. യൂറിയ ക്ഷാമം നെൽച്ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ബാധിക്കും. ജനുവരി 15-നകം 3-ാം വളം ഇടേണ്ടതാണ്. ഈ ഘട്ടത്തിലാണ് യൂറിയയുടെ ക്ഷാമവും വളക്കമ്പനികളുടെ പിടിവാശിയും കർഷകർക്ക് തീരാ ദുരിതം സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.